അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ മാഞ്ഞാലി ബിരിയാണിയാണ്. മാഞ്ഞാലി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ ഒരു ചെറിയൊരു വില്ലേജാണ് മാഞ്ഞാലി. അപ്പോൾ അവിടുത്തെ ബിരിയാണി എന്നറിയപ്പെടുന്ന മാഞ്ഞാലി ബിരിയാണിയാണ് ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അരമുറി ചെറുനാരകൻ്റെ നീരും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ചിക്കനിലേക്ക് പുരട്ടി വെച്ച് അരമണിക്കൂർ നേരം വെക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഒരു കടായി അടുപ്പിൽ വെക്കുക. എന്നിട്ട് ചിക്കൻ അതിലേക്ക് ഇട്ട് ഒരു അരക്കപ്പ് വെള്ളവും ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക. ഒരു 5 മിനിറ്റ് നേരം വഴറ്റി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ ഒന്ന് തുറന്ന് നോക്കുമ്പോൾ ഈ ചിക്കൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ വെള്ളം ഒന്ന് നമുക്ക് മാറ്റി വെക്കണം. ചിക്കൻ സ്റ്റോക്ക് മാറ്റി കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ആ എണ്ണയിൽ തന്നെ കുറച്ച് കറിവേപ്പിലയും നമുക്ക് ഇട്ട് ഫ്രൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു 3 ഉള്ളി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് ഒരു 4 തക്കാളി ചേർത്ത് കൊടുക്കണം. ഉള്ളി തക്കാളി ചെറുതായിട്ടൊന്ന് വേണ്ടി വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് കൊടുക്കാം. എന്നിട്ട് നോക്കിയേ ഇതുപോലെ ഉള്ളിയും തക്കാളിയും ഒന്ന് ആയി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്നുകൂടി ചെറുതായി പച്ചക്കുത്ത് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ നേരത്തെ കോരി വെച്ച ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ മസാലയെ ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് പിടിപ്പിച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് മല്ലിയിലയും ചേർത്ത് നന്നായിട്ട് ഈ ചിക്കനെ ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി മസാലയാണ് കേട്ടോ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ഫ്ലേവറും നല്ല സ്മെല്ലും ഒക്കെ വരും കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് അടച്ച് വെച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചോറുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എൻ്റെ ഫേവറേറ്റ് ഉരുളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ പശു നെയ്യും പിന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ട് 1 ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 5-10 അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. ഈ എണ്ണയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ചോറുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് ജീരകം, ഏലക്കായ, ഗ്രാമ്പു, ഒരു സ്റ്റാറ്, പിന്നെ നമ്മുടെ പട്ട ഇതൊക്കെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അടച്ചു വെക്കുക. ഇതിൽ ഞാൻ 6 കപ്പ് അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിനാവശ്യമായ വെള്ളം, അതായത് 1 കപ്പിന് 1.5 കപ്പ് വെള്ളം ആ അളവിലാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് ഇതിനെ ഒന്ന് അടച്ചു വെക്കുക. 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചോറിലേക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചോറ് റെഡിയാവും. അപ്പോൾ നമ്മുടെ മാഞ്ഞാലി ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല മസാലയാണ്, നല്ല ടേസ്റ്റി മസാലയാണ്. അപ്പോൾ നമുക്ക് ഈ ചോറിലേക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒന്നുകൂടി ഇളക്കിയിട്ട് ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കണം.
കണ്ടോ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ സെർവെയർ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സാധാരണ ദം ബിരിയാണി പോലെ ഒരുമിച്ചൊന്നല്ല കേട്ടോ. മസാലയും ചോറും ദമ്മിടുന്നൊന്നുമില്ല. ചോറ് വേറെ മസാല വേറെയാണ് കേട്ടോ ഇവരുടെ സ്പെഷ്യാലിറ്റി. അപ്പോൾ നമുക്ക് ഈ ചോറ് എങ്ങനെയാണ് സെർവ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ, ബൈ ബൈ.